ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നത്തിങ് CMF2 പ്രോയിനെ പറ്റിയിട്ടാണ്. അവനാണല്ലോ ഇപ്പോഴത്തെ താരത്തെ പറ്റി തന്നെ നമുക്ക് അപ്പോൾ സംസാരിക്കാം. അപ്പൊ കളർ വേരിയൻസിനെ പറ്റിയിട്ട് ആദ്യം പറയുകയാണെങ്കിൽ 4 തരത്തിലുള്ള കളർ വേരിയൻസ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വൈറ്റ്, ബ്ലാക്ക്, വെള്ളയുണ്ടെങ്കിൽ ബ്ലാക്ക് ഉണ്ടാകണം, അതാണല്ലോ അതിൻ്റെ ഒരു നടപടി അല്ലേ. പിന്നെ ഒരു പെയിൽ ഗ്രീൻ, അത് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു ഓറഞ്ച്, ഒരു വെറൈറ്റി കളറാണെങ്കിലും ബ്രൈറ്റ് കളറാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു കളർ. എവിടെ നിന്നാലും നിങ്ങൾ ആ ഫോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വെറൈറ്റി കളർ എന്ന് തന്നെ നമുക്ക് പറയാം. മെറ്റാലിക് ഫിനിഷാണ് അവർ തന്നിട്ടുള്ളതെങ്കിലും പ്ലാസ്റ്റിക് ബാക്ക് ആണ്. എന്നാലും പ്രീമിയം ലുക്കിന് ഒരു കുറവും നത്തിങ് വരുത്തിയിട്ടില്ല. നല്ല കിടുക്കാച്ചി ഫോണ്, കണ്ടാൽ തന്നെ ആരെങ്കിലും ഒന്ന് നോക്കിപ്പോ, അത്രയുണ്ട്. പിന്നെ പറയാനുള്ളത് 4 സ്പാഡും ആ സ്ക്രൂസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒരു വ്യത്യാസമില്ല. അത് തന്നെ ഒരു വെറൈറ്റി അല്ലേ. കാരണം നമ്മൾ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത സ്ക്രൂ ആണ് നത്തിങ് നമുക്ക് മുന്നിൽ ഒരുക്കി തന്നിരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, നമുക്ക് പാനൽ മാറ്റാൻ പറ്റത്തില്ല. പണ്ടത്തെ ഫോണുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പാനൽസ് മാറ്റായിരുന്നു, പക്ഷെ ഇനി അത് പറ്റത്തില്ല കേട്ടോ. നത്തിങ് ഫോണിന്റെ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ബോക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നറിയാൻ ആകാംക്ഷഭരിതമായിട്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് സന്തോഷ വാർത്തയാണ് ഗായ്സ്. അതെ, നത്തിങ് ഇത്തവണ ചാർജർ തന്നിട്ടുണ്ട്, അതും 33 വോൾട്ടിന്റെ ചാർജർ. വാവ്! കൂടാതെ ഒരു ട്രാൻസ്പാരന്റ് കവറും തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, സിം ഇജക്ടർ. അത് തന്നെ, അതുപോലും ഒരു വെറൈറ്റി ലുക്കിലാണ് നത്തിങ് നമുക്ക് തരുന്നത്. സാധാരണ ഈ പിന്നെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല, നല്ല കിടിലൻ ക്വാളിറ്റി സാധനം. 7.8 mm ബോഡിയാണ് നമുക്ക് ഇത്തവണ നത്തിങ് തന്നിരിക്കുന്നത്. അതുമാത്രമല്ല 185 grams ഫോണിന് വെയിറ്റ് ഉള്ളൂ. അപ്പൊ സ്ലിം ബോഡി വിത്ത് വെയിറ്റ്ലെസ് ഫോൺ. ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഫിംഗർ പ്രിന്റ് വന്നിട്ട് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ തന്നെ ഫിംഗർ പ്രിന്റ് ഉണ്ടായി, കുത്തിയാൽ മതി, ഓപ്പൺ ആവും. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ നല്ല സ്മൂത്ത് ആണ്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത ആപ്സ് ഒക്കെ കുത്തി നിറച്ച് വൃത്തികേടാക്കി നമ്മളെ ഇന്റർഫേസ് അവർ തരത്തില്ല. നല്ല ക്ലീൻ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് ഇഷ്ടമുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്യാം. 6.77 അമലോഡ് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്കത് ബെൻഡ് ചെയ്യാം, ഫോൾഡ് ചെയ്യാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ എടുത്തു പറയാനുള്ളത്, പാണ്ട ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത്, ഗൊറില്ല ഗ്ലാസ് അല്ല. പാണ്ട ഗ്ലാസ് കൊണ്ട് നമുക്ക് ഒരു ഓക്കെ ആണ്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആണല്ലോ, അപ്പൊ പിന്നെ അവര് നോക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്ലാസ്, അതാണ് പാണ്ട ഗ്ലാസ്. കളർ ബാലൻസിങ്ങും വിഷ്വൽ എഫക്ട്സും ഒക്കെ നമുക്ക് ഫോൺ തരുന്നത് വളരെ നല്ലൊരു ഇതാണ്. HDR യൂട്യൂബിൽ അവൈലബിൾ ആണ്, പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ അല്ല. അതെന്തു പറ്റി നത്തിങ് അങ്ങനെ ഒരു കാര്യം ചെയ്തേ? നെക്സ്റ്റ് വട്ടം അതും റെക്ടിഫൈ ചെയ്യുമായിരിക്കും. 3000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് അവർ തരുന്നത്. ഒരു സൺലൈറ്റിലൊക്കെ നമുക്കൊരു 1300 nits കിട്ടും. ഓൾമോസ്റ്റ് നല്ലൊരു ബ്രൈറ്റ്നസ് ലെവൽ ആണത്. കാരണം സൂര്യപ്രകാശത്ത് പോയാലും നമുക്ക് ആ സാധനം കിട്ടും. സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുമ്പോൾ 8 GB റാമും 128 GB ഇന്റേണൽ സ്പേസും ആണ് നമുക്ക് തരുന്നത്. അതിന്റെയും വേരിയന്റ് ഉണ്ട്. 8 GB റാമും 256 ഇന്റേണൽ സ്റ്റോറേജും നമുക്ക് കിട്ടുന്നതാണ്. അത് അവർ പറയുന്നത് ഒരു 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. പ്രൊസസ്സറിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ്, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7300 പ്രോ ലെവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത പ്രൊസസ്സർ ആണ് നമുക്ക് തരുന്നത്. ഈ ഒരു റേറ്റിൽ ഇതൊരു ഓക്കേഷ് പ്രോഡക്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് OS 3.2 ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, നത്തിങ് നമുക്ക് 3 year ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് തരുന്നത്. അതുപോലെ തന്നെ 6 year സെക്യൂരിറ്റി പാച്ചപ്പും തരുന്നുണ്ട്. അതൊരു നല്ല ഡീലാണ്. അതുമാത്രമല്ല, നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയാനുള്ള സോഫ്റ്റ്വെയർ ആണ്, നല്ല മികച്ച സോഫ്റ്റ്വെയർ ആണ് നമുക്ക് നത്തിങ് തരുന്നത്. നല്ല സ്മൂത്ത് ആയിരിക്കും, ഒരു ഇഷ്യൂസും വരാത്ത വിധം മാക്സിമം നല്ലൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് എപ്പോഴും നത്തിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്യാമറ, 50 MB മെയിൻ ക്യാമറയാണ് നമുക്ക് തരുന്നത്. അതുമാത്രമല്ല, ഈ പ്രൈസ് റേഞ്ചിന് 50 MB ടെലിഫോട്ടോ ഉണ്ട് വിത്ത് 2x ഡിജിറ്റൽ സൂം പറ്റി. ഇടം കൊണ്ട് തീർന്നെന്നാണോ വിചാരിച്ചത്? അല്ല, 8 MB അൾട്രാ വൈഡ് ക്യാമറ നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്.
പക്ഷെ പിക്ചർ ക്വാളിറ്റി അനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു എന്ന് തോന്നി. സെൽഫി ക്യാമിന്റെ കാര്യം പറയുമ്പോൾ 60 MB ലെൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1080p സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷെ 4K പറ്റത്തില്ല, അത് മോശമായിപ്പോയി. ഫോട്ടോസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ആണ് നമുക്ക് തരുന്നത്. സ്കിൻ ടോണിങ് ഒക്കെ സൂപ്പറാണ്. ലൈറ്റിൽ ഫോട്ടോസ് അത്ര പോരെങ്കിലും ഡേ ലൈറ്റിൽ നല്ല ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു മികച്ച ഒരു ഇതാണ്. ബാറ്ററി 5000 mAh ബാറ്ററിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 22 hours സ്മൂത്ത് ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1.25-1.5 മണിക്കൂറിനുള്ളിൽ 0 to 100% നമുക്ക് എന്തായാലും ചാർജ് ചെയ്യാൻ പറ്റും. ചാർജറിനെ പറ്റി പറയുകയാണെങ്കിൽ 33 വാട്ടിന്റെ PD ചാർജറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് ഈ നത്തിങ് ഫോൺ ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായതേ? ഒരു 5 വാട്ടിന്റെ ചാർജ് നമുക്ക് ഈ നത്തിങ് ഫോണിൽ നിന്ന് വേറൊരു ടൈപ്പ് ഫോണിലോട്ട് ചാർജ് ചെയ്യാനുള്ള സഹായം കിട്ടും. എന്തുകൊണ്ട്? ഈ PD ചാർജർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നിർണായക ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. എന്താണെന്നല്ലേ? ഹൈലൈറ്റ്സ്. അത് തന്നെ. ഈ ഫോണിന്റെ ഹൈലൈറ്റ്സിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യത്തെ ഹൈലൈറ്റ് ആണ് ഇതിന്റെ എസെൻഷ്യൽ കീ. അത് തന്നെ ഫോണിന്റെ സൈഡിൽ കൊടുത്തിരുന്ന ഒരു കീ. ആ കീ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമെന്നല്ലേ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോ എടുക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാനും എല്ലാത്തിനും എസെൻഷ്യൽ കീ നമുക്ക് യൂസ് ചെയ്യാം. എന്തിനാ ഫോട്ടോ എടുക്കാൻ എസെൻഷ്യൽ കീ യൂസ് ചെയ്യുന്നതെന്നല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ സാധനം നമുക്ക് മേടിക്കണം, ഇതെന്തായാലും വാങ്ങിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസെൻഷ്യൽ കീ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത്. എസെൻഷ്യൽ കീ കൊണ്ട് ഫോട്ടോ എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴെ നോട്ട്സ് എഴുതാം. ഇപ്പൊ നമ്മളൊരു ബുക്കിനെ പറ്റിയാണ് കാണുന്നെങ്കിൽ ആ ബുക്കിനെ പറ്റി എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീൻഷോട്ടിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ കൂടെ തന്നെ എഴുതാം. അതുപോലെ നമുക്ക് അതിന് സെർച്ച് ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ റിമൈൻഡേഴ്സ് വെക്കാനും എസെൻഷ്യൽ കീ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എസെൻഷ്യൽ കീ കൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പറയാണ്, ഒരു 3-4 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വരുന്ന ട്യൂസ്ഡേ എന്നെ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ കീ നമ്മൾ എടുത്ത ഫോട്ടോയിൽ റിമൈൻഡർ വെച്ച് നമ്മൾ റിമൈൻഡ് ചെയ്യും. എങ്ങനെയെന്നല്ലേ? എസെൻഷ്യൽ ആപ്സ് ഉണ്ട്. നമ്മൾ ഈ എടുക്കുന്ന എല്ലാ ഫോട്ടോസും എസെൻഷ്യൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ ഗാലറിയിൽ നിന്ന് പോയെന്നോ അല്ലെങ്കിൽ ഗാലറിയിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെടണ്ട. എസെൻഷ്യൽ ആപ്പിൽ കയറി നോക്കുമ്പോൾ നമ്മൾ എസെൻഷ്യൽ കീ കൊണ്ടെടുത്ത എല്ലാ സാധനവും എസെൻഷ്യൽ ആപ്പിൽ കാണും. അവിടെ നമുക്ക് റൈറ്റ് ചെയ്യാൻ മാത്രമല്ല പറ്റുന്ന, ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഓഡിയോ വരെ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഹൈലൈറ്റ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ഗെയിമേഴ്സിന് വളരെ നല്ലതാണ്. ഗെയിമിങ്ങിന് ഈ ഫോൺ ഒരു അത്ര നല്ല ഓപ്ഷൻ അല്ല എങ്കിലും ഒരു നോർമൽ ഗെയിമറിന് അത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു അരമണിക്കൂറോളം എന്തായാലും സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. ആ അരമണിക്കൂർ കളിക്കുമ്പോൾ ഫോൺ ഹീറ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതൊരു നല്ല ഇതാണ്. പക്ഷെ നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് ഹൈലൈറ്റ് നമ്പർ 3 എന്താണെന്നല്ലേ? അക്സസറീസ്. നമുക്ക് ഇഷ്ടമുള്ള കുറെ അക്സസറീസ് എക്സ്റ്റേണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഫോണുകളെ പോലെയല്ല, നത്തിങ്ങിന് വേണ്ടി തന്നെ അവർ സ്റ്റാൻഡും വാളറ്റും പിന്നെ ലെൻസും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫോണിന്റെ കൂടെ നമുക്ക് ഡിറ്റാച്ചബിൾ ലെൻസ് കിട്ടുന്നതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ നമുക്കൊരു ടെലിഫോട്ടോ എടുക്കണമെങ്കിൽ വേരിയസ് ലെൻസ് ഉപയോഗിച്ച് നമുക്കത് എടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടില്ലേ? ഇത്രയും ഹൈലൈറ്റ്സ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് നെഗറ്റീവും കൂടെ പറയണ്ടേ? അതെ, ഇതിനും ചില നെഗറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് നെഗറ്റീവ്, ഇതിനൊരു ഓഡിയോ ജാക്ക് ഇല്ല. അത് വളരെ മോശമായി. ഓഡിയോ ജാക്ക് എന്തേ തരാനേ? നമുക്ക് പാട്ട് കേൾക്കണ്ടേ? പണ്ടത്തെ വയേർഡ് ഹെഡ്സെറ്റ് 3.5 mm എന്ത് ചെയ്യാനാ? ഇപ്പൊ ടൈപ്പ് അന്വേഷിച്ചു പോണ്ടേ? രണ്ടാമത്തെ നെഗറ്റീവ്, ഇതിൽ NFC അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് വളരെ മോശമായി. ഇന്നത്തെ കാലത്ത് NFC വളരെ അത്യാവശ്യമാണ്. ഫോട്ടോസ് അയക്കാനും ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനും മണി ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാത്തിനും NFC ഉപയോഗിക്കണം. ഈ കാലത്ത് ഇത്രയും നല്ലൊരു ഫോണിൽ ഇത്രയും നല്ല ക്വാളിറ്റി തന്നിട്ട് NFC തരാത്തത് വളരെ മോശമായി, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ മോശം.
ഇതിൻ്റെ മൂന്നാമത്തെ നെഗറ്റീവ് എന്നാണ് ഇതിനൊരു മോണോ സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി വന്നിട്ട് ഒരു ഓക്കെ പ്രോഡക്റ്റ് ആയിട്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ, ഉടനെ വരുമായിരിക്കും.